ഹായ് കൂട്ടുകാരെ, 4 മണിക്ക് ഒരു ചെറിയ ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 4 മണിക്ക് ചായക്കടി ഉണ്ടാക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മലബാറിൻ്റെ കണ്ണൂർക്കാരുടെ കണ്ണൂരപ്പമാണ് കേട്ടോ. അതിന് വേണ്ടത് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 4 ഏലക്കായ, കുറച്ച് 1/2 കപ്പ് ചോറ്, ഒരു 1/2 കപ്പ് പച്ചരി പൊടിച്ചത്, പിന്നെ 1/4 കപ്പ് മൈദപ്പൊടി എല്ലാം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എല്ലാം നന്നായി അരച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. പഞ്ചസാര എടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് മൈദപ്പൊടിയും ചോറും അരിപ്പൊടിയും എല്ലാം എടുത്തത്. അളവ് കൃത്യമായിരിക്കണം. പഞ്ചസാരയും മൈദയും ചേർത്ത് ആദ്യം അടിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് പൊടിയിട്ട് എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുന്നവരുമുണ്ട്. ഞാനിതിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്തത്. അതിനുശേഷം ഇതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു 4 മണിക്കൂർ മാറ്റി വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഇളക്കി നോക്കുമ്പോൾ നല്ല കട്ടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ തവ കൊണ്ട് കോരി ഒഴിക്കുന്ന പാകത്തിൽ ഏകദേശം നമ്മുടെ ദോശമാവിൻ്റെ പരുവമായിരിക്കണം. നമ്മുടെ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പച്ചട്ടിയിലെ കുഴിയുടെ പകുതി വെളിച്ചെണ്ണയെ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അപ്പച്ചട്ടിയാണ്, പക്ഷേ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം അല്ല കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് ഉണ്ടാക്കുന്നത് ഒന്ന് വെളിച്ചെണ്ണ കുറച്ച് മതി. ചീനച്ചട്ടിയിൽ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നമ്മൾ ഡീപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഇതിന് അത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഈ കുഴിയിലൊഴിച്ചു. ഒരു വശം നല്ല മുരിഞ്ഞ ഭാഗമായിട്ട് വരുമ്പം നമുക്ക് തിരിച്ചും മറിച്ചുമിട്ട് ഇതിനെ പൊരിച്ചെടുക്കാം. നിറയെ ഒഴിക്കരുത്. പകുതി വെളിച്ചെണ്ണ ആയതുകൊണ്ട് ആ വെളിച്ചെണ്ണയ്ക്ക് പകമായിട്ട് പകുതി കുഴിയിൽ ഒഴിച്ചാൽ മതി. കുറച്ചിങ്ങനെ പൊങ്ങി വരും. പിന്നെ ഒന്ന് തിരിച്ചിട്ട ഭാഗം നല്ലതുപോലെ ബ്രൗൺ കളറാകണം. ഇപ്പോൾ 2 വശവും ഒരേ കളറാണ്. ഒരു 2-3 മിനിറ്റിനകം റെഡിയായി കിട്ടും. നമ്മളെല്ലാം ആയതിന് ശേഷം അതിനെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു വശം നല്ല ബ്രൗൺ കളറും മറുവശം വെള്ള കളറുമായിരിക്കും. നമുക്ക് ഓരോ ട്രിപ്പായിട്ട് ബാക്കി മാവ് കൂടെ ഒഴിച്ച് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കണ്ണൂരക്കാരുടെ കണ്ണൂരപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശം വെള്ള കളറാണ്, മറുവശം നല്ല മുരിഞ്ഞിട്ടുണ്ട്, ബ്രൗൺ കളറാണ്. കുറച്ച് കഴിഞ്ഞാൽ അകത്ത് നല്ല സോഫ്റ്റായിരിക്കും. ചെറിയൊരു മധുരത്തോടു കൂടി, കൂടുതൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അളവുകളെല്ലാം അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുണ്ടാക്കാൻ അളവുകൾ കൂട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ചെറിയ ഒരു പാത്രത്തിന് കണക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്.
നമ്മുടെ വീട്ടിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വേണമല്ലോ, അതനുസരിച്ച് ഉണ്ടാക്കാം. നമ്മുടെ അപ്പം തയ്യാറായി കഴിഞ്ഞു. ഇനി 4 മണിക്കൊരു ചായയും ഇട്ട് ഇതും കൂടെ 2 എണ്ണം കൂടെ കഴിച്ചാൽ അപാര രുചിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരണേ. ബായ്.